Hi friends, എല്ലാ കൂട്ടുകാർക്കും ടിപ്സ് ഫോർ ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് യൂജിൻ. ഇന്നത്തെ നമ്മുടെ വീഡിയോ കരിഞ്ജീരകം ഓയിൽ എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഇതിനു മുമ്പ് കരിഞ്ജീരകം ഓയിലിന്റെ ഒരു റിവ്യൂ ചെയ്തിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു അത് വീട്ടിൽ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് കുറേ കൂടി നല്ലതാണല്ലോ. എല്ലാവർക്കും നമുക്ക് പുറത്തുനിന്ന് ഓയിൽ വാങ്ങിക്കുകയൊക്കെ ബുദ്ധിമുട്ടാണ്. മിക്കവാറും എല്ലാ ഹെയർ ഗ്രോത്ത് ഓയിലുകളുടെയും ഒരു കണ്ടന്റ് തന്നെയാണ് കരിഞ്ജീരകം മുടി വളരാനായിട്ട് വളരെ നല്ലതാണ്. ഇപ്പോൾ മുടിയൊക്കെ പോയി അവിടെയൊക്കെ റൗണ്ടിലൊക്കെ കഷണ്ടി പോലെ വന്നിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു കരിഞ്ജീരകം ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടിയതായിട്ട് ഒരുപാട് റിവ്യൂസിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തോളൊന്ന് സെലക്ട് ചെയ്യുക. ഹെയർ ഗ്രോത്തിന് മാത്രമല്ല, അല്ലെങ്കിൽ മുടിയെ പൊഴിയുന്ന അവസ്ഥയ്ക്ക് മാത്രമല്ല കേട്ടോ, സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടാകുന്ന അവസ്ഥ, അതായത് മുടിയുടെ അറ്റം പൊട്ടിപ്പോവുക, നമ്മുടെ ഇവിടെയുള്ള മുടിയുടെ കട്ടി ഈ ഒരു ഭാഗത്ത് ഇല്ലാതെ വരിക, താഴേക്ക് ഇല്ലാതെ വരിക, കനം കുറഞ്ഞു വരിക, ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഒരുപാട് പേര് നേരിടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം ഇത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ താരനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്, താരനുമായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു കരിഞ്ജീരക ഓയിൽ വളരെയേറെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കരിഞ്ജീരക ഓയിൽ എല്ലാ ടൈപ്പ് ഹെയറുകാർക്ക് ഉപയോഗിക്കാമെന്നുള്ളതാണ്. അതായത് ഡ്രൈ ഹെയർ ആണെങ്കിലും നോർമൽ ഹെയർ ആണെങ്കിലും എല്ലാവർക്കും ഇത് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ഡ്രൈ ഹെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെ നല്ലൊരു ഓയിലാണ് കരിഞ്ജീരക ഓയിൽ. കരിഞ്ജീരക ഓയിൽ പല സ്ഥലങ്ങളിലും പല പേരുകളുണ്ട് കേട്ടോ. അതായത് കലോഞ്ചി ഓയിൽ, കറുത്ത വിത്ത്, അതുപോലെ അനുഗ്രഹ വിത്ത്, ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. പേര് പോലെ തന്നെ വളരെയേറെ ഔഷധ ഗുണമുള്ളതാണ്. ഇത് നമ്മൾ ഇങ്ങനെ ഓയിൽ ഉണ്ടാക്കി തേക്കാൻ മാത്രമല്ല, നമുക്ക് ഉള്ളിൽ കഴിക്കാൻ പോലും കരിഞ്ജീരകം വളരെ നല്ലതാണ്. ഒരുപാട് ആൻറ്റി ഫംഗൽ, ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഇതിനുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. കരിഞ്ജീരകം 2 സ്പൂൺ എടുത്ത് കല്ലിൽ വെച്ചൊന്ന് ചതച്ചെടുക്കണം. അതേപോലെ നമുക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉലുവയാണ്. കരിഞ്ജീരകം പോലെ തന്നെ മുടി വളർച്ചയ്ക്ക് ഏറെ സഹായകമായിട്ടുള്ള ഒന്നാണ് ഉലുവ. പക്ഷേ ഇത് തണുപ്പ് കൂടുതലുള്ളതാണ്. അപ്പോൾ നീരിറക്കം വരുന്നവർ വേണമെങ്കിൽ ഉലുവ ഒഴിവാക്കിയിട്ട് ചെയ്യാം. പക്ഷേ ഉലുവയും കരിഞ്ജീരകവും ചേർന്ന മിക്സ് മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും മുടി നന്നായിട്ട് തഴച്ച് വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ഒരു 5 കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ടൊന്ന് ചതച്ചെടുക്കാം. അത് നീരിറക്കം വരാതിരിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇപ്പോൾ ഉലുവ ചേർക്കുന്നില്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യം ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ചതച്ചെടുക്കേണ്ടതെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ എണ്ണ ഒഴിച്ചു വെക്കാനായിട്ട് ഒരു ചില്ല് കുപ്പി നേരത്തെ തന്നെ കഴുകി വെയിലത്ത് ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് എല്ലാം റെഡിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇനി ചേർക്കേണ്ടതെന്ന് ഞാൻ പറയാം. ഇപ്പോൾ 100 മില്ലി ശുദ്ധമായ വെളിച്ചെണ്ണ ഉണങ്ങിയൊരു കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മായം ചേരാത്ത നല്ല മില്ലിൽ നിന്ന് ആട്ടിച്ച വെളിച്ചെണ്ണ കിട്ടുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്, നമുക്ക് പെർഫെക്റ്റ് റിസൾട്ട് കിട്ടാനായിട്ട്. ഇതിലേക്ക് നമുക്ക് കരിഞ്ജീരകം ചതച്ചത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഉലുവ ചതച്ചതും ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് കുരുമുളക് ചതച്ചത്, പിന്നെ ഒരു തണ്ട് കറിവേപ്പില, അത് നമ്മൾ പിച്ച് കീറിയിട്ട് കൊടുക്കണം. കറിവേപ്പില വളരെ നല്ലതാണ് മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ മുടിക്ക് പ്രശ്നങ്ങളുള്ളവർ കറിവേപ്പില ധാരാളമായിട്ട് കഴിക്കുക കൂടി ചെയ്യുന്നത് നല്ലതാണ്. ഇനി നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കണം. അത് നമ്മുടെ ആവണക്കെണ്ണയാണ്. അത് 1-2 സ്പൂൺ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ല വെയിലുള്ള സമയമാണെങ്കിൽ ഒരാഴ്ച വരെ നമുക്ക് വെയിലത്ത് വെച്ച് ചൂടാക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ചെയ്തിട്ട് ഒരാഴ്ച നമുക്ക് വീടിൻ്റെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കാം. ഞാൻ വെയിലത്ത് വെച്ച് ചൂടാക്കി എടുക്കുന്ന ആ ഒരു രീതിയിലാണ് ചെയ്തത്. അപ്പോൾ കരിഞ്ജീരക ഓയിൽ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിൾ അല്ലേ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മൾ ഒരു പുതിയ ഓയിൽ മാറി ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചെറിയ അളവിൽ മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നീരിറക്കമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ രാവിലെ തന്നെ കുളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിലാണ് നീരിറക്കം വരുന്നത്. ഒരു 9 മണിക്ക് മുമ്പായിട്ട് നമ്മൾ തലയൊക്കെ കഴുകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസം കൂടി വന്നൊരു ക്വസ്റ്റ്യനാണ് നീരിറക്കം മാറാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊരു ടിപ്സ് വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ ശ്രദ്ധിക്കുക. എല്ലാവർക്കും ഇപ്പോൾ രാവിലത്തെ ജോലിക്കൊക്കെ പോകുന്നവർക്ക് ബുദ്ധിമുട്ടാണെന്ന് അറിയാം. എന്നാലും ആ ഒരു രീതി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ നീരിറക്കത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. മുടിയുടെ അറ്റം പൊട്ടുന്നവരും മുടി കൊഴിച്ചിലുള്ള ആൾക്കാർക്കും, അതായത് നമ്മുടെ സ്കാൽപ്പിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രത്യേകമായിട്ട് മുടി കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഭാഗത്തൊക്കെ നമ്മൾ നൈറ്റിൽ ഒരല്പം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കിടക്കുക. രാവിലെ നമുക്കിത് കഴുകിക്കളയാം. ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഒരു 3 മാസം ഇത് അടുപ്പിച്ച് ചെയ്യുക. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടും. കരിഞ്ജീരകം മാത്രമായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ തലവേദന അതുപോലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഒരു നിശ്ചിത സമയത്തേക്കാണ് നമ്മൾ കരിഞ്ജീരക ഓയിൽ
യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ കരിഞ്ജീരകം മാത്രമാണ് എടുക്കുന്നത്. കരിഞ്ജീരകവും വെളിച്ചെണ്ണയും മാത്രം ഇട്ടിട്ടാണ് ഇതേ രീതിയിൽ തന്നെ ഓയിൽ ഉപയോഗിക്കുന്നത്. തലവേദന പോലുള്ള പ്രശ്നങ്ങൾ മാറാനായിട്ട് നല്ലതാണ്. അത് കുറച്ച് നാൾ ഒരു 1-2 മാസമൊക്കെ ഉപയോഗിച്ചാൽ മതിയാകും. അല്ലാതെ റെഗുലറായിട്ട് യൂസ് ചെയ്യണമെന്നില്ല. സാധാരണ ഹെയർ ഓയിൽ നമ്മൾ ഈ പറഞ്ഞ ഓയിലാണെങ്കിൽ പോലും നമ്മൾ ആഴ്ചയിൽ 3 പ്രാവശ്യം തലയിൽ അപ്ലൈ ചെയ്താൽ മതി. എല്ലാ ദിവസവും നമ്മൾ തലയിൽ ഓയിൽ അപ്ലൈ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ സ്ഥിരം നിങ്ങൾ അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ അത് ഫോളോ ചെയ്യുന്നതിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്കത് ശീലമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനലിനെ കുറിച്ച് അവരോടും പറയുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. നിങ്ങൾ വീഡിയോ കണ്ടു എന്ന് ഞാൻ അറിയുന്നത് കമൻറ്റിലൂടെയാണ്. അപ്പോൾ എല്ലാവരും പരമാവധി കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.